മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റാണ്, അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ എന്നല്ല എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് സ്വതന്ത്രനായ പി വി അൻവറിലൂടെ. അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞ് മറ്റൊരു നിലപാടെടുത്ത് മാറിയതോടുകൂടിയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് തന്നെ. സ്വരാജിനെ പോലൊരു സ്ഥാനാർത്ഥി, പാർട്ടി സ്ഥാനാർത്ഥിക്ക് കിട്ടാൻ കഴിയുന്ന വോട്ടുകൾ തീർച്ചയായിട്ടും പാർട്ടിയുടെ സ്വന്തം വോട്ടുകൾ, എൽ ഡി എഫിൻ്റെ ആകെ വോട്ടുകൾ, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കാവുന്ന, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ നല്ല പ്രവർത്തനങ്ങളിലൊക്കെ താല്പര്യം തോന്നുന്ന ആളുകളുടെ എല്ലാം വോട്ടുകൾ അദ്ദേഹത്തിന് വന്നു വീഴും, സംശയമില്ല. പക്ഷേ നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ കൂടുതൽ സാമുദായിക വിഭാഗങ്ങളുടെ ഒരു സാന്നിധ്യം കൂടിയുള്ള ഒരു മണ്ഡലത്തിൽ അത് മതിയാകുമോ എന്ന്. അതായത് ഒരു തെരഞ്ഞെടുപ്പല്ല അടുത്ത തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പായിരിക്കില്ല നമ്മൾ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ. ആ പശ്ചാത്തലവും സമയവും സന്ദർഭവും ഒക്കെ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ നിലമ്പൂർ കോൺസ്റ്റിറ്റ്യുവൻസി തന്നെ ഇപ്പോൾ ഒരു ഇടതുപക്ഷം ജയിക്കാൻ തുടങ്ങിയ, ഇപ്പോൾ ദീർഘമായൊരു കാലം ഇടതുപക്ഷം തോറ്റുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂരിൽ. ഒരു പ്രത്യേക ഘട്ടത്തെ ഞങ്ങൾ വിലയിരുത്തി കാര്യങ്ങൾ പരിശോധിച്ച് നമ്മൾ ഇടപെട്ടപ്പോൾ നിലമ്പൂർ അങ്ങ് തോറ്റുമല്ലോ യു ഡി എഫ്. അപ്പോൾ നമ്മൾ ഈ കൂട്ടുന്ന കണക്കുകളും ഘടകങ്ങളും മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തിക്കുക. തെരഞ്ഞെടുപ്പിന് അണ്ടർ കറൻസും ഉണ്ട്. അതുകൂടി ചേരുന്നതാണ്. നിങ്ങളീ പറഞ്ഞ സാമുദായിക ഘടകങ്ങൾക്കൊപ്പം തന്നെ മറ്റു ചില അണ്ടർ കറൻസും തെരഞ്ഞെടുപ്പിൽ ഉണ്ട്. അത്തരം അണ്ടർ കറൻസും കൂടി ചേർന്നാണ് ഇവിടെ യു ഡി എഫ് തോറ്റുപോയത്. അങ്ങനെയൊക്കെയാണത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നോക്കുന്നുണ്ടാവും, ഈ ഒരു ഘടകം കുറഞ്ഞാൽ ആ ഘടകത്തെ നമ്മൾ പ്ലഗ് ചെയ്യും. എങ്ങനെയാണ് ഇപ്പോൾ നോക്കില്ലേ? അത് ഞങ്ങളതിൻ്റെ നിങ്ങളീ പറഞ്ഞ ഘടകങ്ങളുണ്ടാവാം, ആ ഘടകങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പരിശോധിക്കുക. തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ബൂർഷ്വാ ജനാധിപത്യത്തിൽ വിജയത്തിൻ്റെ ഫോർമുല ഒരേ ഫോർമുലയിൽ തയ്യാറാക്കിയതല്ല, അത് വിവിധ ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറാക്കിയത്. അങ്ങനെ വെക്കുമ്പോൾ പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒറ്റ നോട്ടത്തിൽ ഇടതുപക്ഷത്തിന് വിജയിച്ച് കയറാൻ പറ്റിയ തരത്തിൽ രൂപപ്പെടുത്താൻ കഴിയുന്നതാണ്. ആ രൂപപ്പെടുത്താൻ കഴിയുമ്പോൾ മികച്ചൊരു പാർട്ടി കാൻഡിഡേറ്റിനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നടത്താൻ കഴിയും. അതായത് സ്വതന്ത്ര പരീക്ഷണം പരാജയപ്പെട്ടപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥി തന്നെ പരീക്ഷിക്കുന്നു എന്നൊരു വ്യാഖ്യാനത്തിലേക്ക് അത് ഒരുപക്ഷെ പോവില്ലേ? അല്ല, സ്വതന്ത്ര പരീക്ഷണം വിജയിച്ചല്ലോ. വിജയിച്ചത് ചോദ്യം തെറ്റാ, ചോദ്യം തെറ്റിപ്പോയി. അത്യധികമായി പരാജയപ്പെട്ടു. ഇല്ല, അതുമില്ല. ആ സ്വതന്ത്ര പരീക്ഷണത്തിൽ ഞങ്ങൾ ലക്ഷ്യം വെച്ച എന്തോ അതൊക്കെ നടന്നു. അതാണ് ഈ സത്യം. എന്നാൽ അത് ഞങ്ങൾക്കെതിരായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് യു ഡി എഫ് ചെയ്യേണ്ടതായിരുന്നു. അതിലവർ തോറ്റുപോയി. അതുകൊണ്ട് തിരിച്ചു വെച്ചാൽ മതി. ഞങ്ങളുടെ ഭാഗത്തേക്ക് തിരിച്ചു വെക്കാനേ പാടില്ല. ആ പരീക്ഷണത്തിൽ എന്താണോ സി പി എം ആഗ്രഹിച്ചാൽ മുഴുവൻ നടന്നു. അത് അവരെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അത് പൂർണ്ണമായി. പിന്നെ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഞങ്ങളെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് യു ഡി എഫിന് വെച്ചത്. യു ഡി എഫുകാരുടെ അവർ ഇദ്ദേഹത്തെ എടുത്തും കൂടെ. യു ഡി എഫ് മാത്രമല്ല, നമ്മളെ ഒരു വിഭാഗം മാധ്യമങ്ങൾ എടുത്തു. ചിലപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അല്ല, നിങ്ങൾ എടുക്കുള്ളൂ, നമ്മുടെ ജോലിയില്ലേ. അപ്പോൾ പിന്നെ യു ഡി എഫ് അൻവറിനെ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ സിറ്റുവേഷൻ വേറെ, ഞങ്ങളുടെ ഡിഫൻസിലേക്ക് പോയി. ഇത് അൻവറിന് വലിയൊരു സ്വീകരണം കൊടുത്ത് സ്വീകരിച്ച് അദ്ദേഹത്തെ റോട്ടിലിട്ട് പോയിരിക്കുക. ഞങ്ങൾ പുറത്തായി. യു ഡി എഫ് അൻവർ തമ്മിലായിരുന്നു തർക്കം. അപ്പോഴും ഒരു വിജയ ഘടകമായി പ്രവർത്തിക്കുന്ന പി വി അൻവർ ഇപ്പോഴും അവിടെ ഉണ്ട്, മത്സര രംഗത്തുണ്ട് എന്നതൊരു ഭീഷണിയല്ലേ? മനസ്സിലാക്കണ വെച്ചാല് പി വി അൻവർ വിജയഘടകം എന്ന് എപ്പോഴാണ് അറിയും? ലെഫ്റ്റിന്റെ ഒപ്പം നിൽക്കുമ്പോഴാണ്. ലെഫ്റ്റിന്റെ ഒപ്പം നിൽക്കാത്ത പി വി അൻവർ ഉണ്ടല്ലോ, ഒരു വിജയഘടകമല്ല, ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകമല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായി വരുന്ന ഒരു ഘടകമേ അല്ല പിന്നെ പി വി അൻവർ. ഞങ്ങളുടെ ഒപ്പം നിന്നപ്പോൾ ഞങ്ങളുടെ സുഹൃത്തായിരുന്നു, ഞങ്ങളുടെ ഒപ്പം ഇല്ലാത്തപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ആളല്ല. അല്ല, കഴിഞ്ഞ തവണ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ തന്നെ ഇടതുപക്ഷത്തിന് ഉപരിയായ വോട്ടുകൾ കണ്ടെത്താനും കൂട്ടിച്ചേർക്കാനും കഴിഞ്ഞത് പി വി അൻവറിന് തന്നെയാണെന്ന് തെളിഞ്ഞതാണല്ലോ. അപ്പൊ അതുകൂടിയാണല്ലോ വിജയത്തിലേക്ക് എത്തിച്ചത്. അതില്ലാതാവുകയല്ലേ ഇത്തവണ? നിങ്ങൾ മനസ്സിലാക്കുക വെച്ചാലേ, പി വി അൻവറിന് സ്വതന്ത്രനായി മത്സരിച്ച് വിജയഘടകങ്ങൾ ഉണ്ടാവുമല്ലോ. ആ വിജയഘടകങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഇടതുപക്ഷം സ്വതന്ത്രനാവണം. മനസ്സിലായെങ്കിൽ പി വി അൻവർ വെറും സ്വതന്ത്രൻ നടക്കൂല. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് അതിനൊരു ഗുഡ് വില്ലുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആ ഗുഡ് വില്ലിൻ്റെ ഫൗണ്ടേഷനിൽ ബാക്കി കയറ്റി വെക്കാൻ പറ്റുമോ? ആ ഗുഡ് വില്ലിലാണ്, ഞങ്ങളുടെ അടിത്തറയിലാണ്, ദാർഢ്യമേറിയ അടിത്തറയിലാണ് അൻവർ ഇത് വെക്കുന്നത്. അത് പിന്നെ നല്ല മനോഹരമായ കെട്ടിടത്തിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ മനോഹരമായ ഒരു പെയിൻറ്റിങ് നടത്തും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെയല്ലോ, കെട്ടിടം നല്ല സ്ട്രോങ് ആയിരിക്കണം. അതിൻ്റെ മേലെ പെയിൻറ്റിങ് പറയാം, കാണുമ്പോൾ പെയിൻറ്റിനെ കാണുക. പക്ഷേ സ്ട്രോങ് ആയ കെട്ടിടം പെയിൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. ആ പെയിൻറ്റിങ് ശേഷം ഫെയ്ഡ് ചെയ്താൽ നമ്മളെന്ത് ചെയ്യും? ബ്ലേഡായി അതിനെ മനോഹരമായി റീപെയിൻറ്റ് ചെയ്യുമ്പോൾ പ്രശ്നം തീരും. അതുകൊണ്ട് അങ്ങനെ കണ്ടാൽ മതി. റാലിയിലൊക്കെ നല്ല ആളുണ്ടെന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ. അത് ഞാൻ പറയുന്നില്ല. പാലക്കാട്ട് അദ്ദേഹം ഒരു റാലി നടത്തിയിരുന്നു.
അതിൽ പങ്കെടുത്തവരെ കുറിച്ച് നിങ്ങളൊക്കെ വാർത്തയും കൊടുത്തിരുന്നു.